ഈ മുൻകാലങ്ങളിലെ പോലെയല്ല ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിനു വേണ്ടി ജനം കാത്തിരിക്കുകയാണ്. കാരണം തുടർച്ചയായിട്ട്, അതായത് 2 തവണയായിട്ട് LDFിൻ്റെ ഭരണം അവർ 3-ാം ഊഴത്തിനും വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന് തടയിടാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിയുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. തെക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു. വടക്കൻ കേരളത്തിൽ നില മെച്ചപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ തെക്കൻ കേരളത്തിൽ പലരും വോട്ട് ചെയ്യാതെ പോലും മാറി നിന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ആരെങ്കിലും ജയിക്കട്ടെ എന്നുള്ള രീതിയിൽ. കാരണം LDF സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇനി ആർക്കും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഈ തെക്കൻ കേരളത്തിലെ പോളിംഗ് ശതമാനം കുറയാൻ കാരണം. പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലകളിലൊക്കെ തന്നെ പോളിംഗ് കുറഞ്ഞു എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം വളരെ കുറവാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെ പോളിംഗ് ശതമാനം എപ്പോഴും ഉയരേണ്ടതാണ്. ഇപ്പോൾ വയനാട്ടിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്, 78-ന് മുകളിൽ വന്നു. പത്തനംതിട്ടയിലെ 68-ന് താഴെയാണ് നിൽക്കുന്നത്. വയനാടിൻ്റെ അവിടുത്തെ ഒരു ഘടന ഇപ്പോൾ പ്രത്യേക രീതിയിലാണ്. അവരുടെ ജീവിത രീതി പ്രത്യേക ഒരു രീതിയിലേക്ക് മാറിപ്പോയി. വയനാടിനെ മുഴുവൻ മാറ്റിമറിച്ച സംഭവങ്ങളല്ലേ അവിടെ നടന്നത്. എന്നിട്ട് പോലും അവിടെ 78% മുകളിൽ പോളിംഗ് നടന്നു എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. തെക്കൻ കേരളത്തിൽ എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ക്രൈസ്തവ മേഖലയിലെ പോളിംഗ് കുറഞ്ഞു, ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ CPMൽ നിന്ന് അകന്നു മാറുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് CPMനാണ്, LDFന് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഏറ്റവും പ്രധാനമായിട്ട് നോട്ടമിട്ടിരിക്കുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ വന്നാലും BJP ഒരു 45 സീറ്റ് പിടിക്കും എന്നുള്ള കണക്കാണ്. നിലവിൽ അവർക്ക് 35 സീറ്റാണ്. ഇത് 45ലേക്ക് ഉയർത്തും. കോൺഗ്രസ് 101 വാർഡുകളിൽ 101 ഇടങ്ങളിലും മികച്ച പ്രകടനം ഒന്നും കാഴ്ചവെച്ചില്ല. അവർ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നേരത്തെ നടത്തി. അതുപോലെ തന്നെ K മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പട നയിച്ചു. ശബരിനാഥിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചു. അവര് 10 സീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ ദയനീയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇത് 10-ൽ നിന്ന് അവരൊരു ഏറിയാൽ ഒരു 15-ൽ എത്തിക്കും. 15-ഓ 18-ന് മുകളിൽ ഒരിക്കലും പോകാൻ വഴിയില്ല. കാരണം ഇവർ 101 ഇടങ്ങളിൽ ഇവർ ഇറങ്ങി പ്രവർത്തിച്ച ചില വാർഡുകളുണ്ട്. അവിടെ കൃത്യമായ വിജയം അവർക്കുണ്ടെന്നുള്ളതാണ്. ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ വേണ്ട തരത്തിൽ വീടുകളിൽ എത്തിയിട്ട് പോലുമില്ല. എന്തിന് വോട്ടേഴ്സ് സ്ലിപ്പ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ UDFിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ബോധപൂർവമായിട്ട് ആ വാർഡിനെ അങ്ങ് അവഗണിക്കുക. ഇത് താഴെത്തട്ടിൽ അവർക്ക് പ്രവർത്തനം വളരെ മോശമായിരുന്നു പലയിടങ്ങളിലും എന്നാണ് കാണിക്കുന്നത്. ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അപകടമാണെന്ന് ഓർക്കണം. ഇത് കോൺഗ്രസിന് പൊതുവെ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. അവരെ ഒന്ന് നേരെയാക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലെ 6 കോർപ്പറേഷനുകൾ ഉള്ളതിൽ 5 എണ്ണം LDFിൻ്റെ കയ്യിലും 1 UDFിൻ്റെ കയ്യിലുമാണ്. കണ്ണൂർ അവർ നിലനിർത്തും, ഉറപ്പായ കാര്യമാണ്. പിന്നെ അതുപോലെ ഈ 6-ല് എന്തായാലും ഇവരൊരു 4 ഇടങ്ങളിലെങ്കിലും UDF ആയാലും NDAയും കൂടി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൊല്ലത്ത് പോലും UDF നില മെച്ചപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കൊച്ചി ഇവർ പിടിച്ചെടുക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കൊച്ചി എന്ന് പറയുന്നത് എപ്പോഴും UDFിനൊരു പച്ചത്തുരുത്താണ്, അവരുടെ വലിയ അത്താണിയാണ്. കേരളത്തിൽ LDF തരംഗം ഉണ്ടാകുമ്പോൾ പോലും കോൺഗ്രസ്സുകാർക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് കൊച്ചിയും എറണാകുളം ജില്ലയുമാണ്. ഇത് ഇക്കുറി എന്തായാലും അവർക്ക്
പിന്നെ കൊച്ചി കോർപ്പറേഷൻ ഇവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. തിരുവനന്തപുരത്ത് LDFിൻ്റെ കയ്യിൽ നിന്ന് കോർപ്പറേഷൻ പോകുന്നത് അത് ഏറ്റവും വലിയ അടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ ഒരു BJP തരംഗം ഉണ്ട്. അത് കൃത്യമായിട്ട് നിയമസഭയിൽ പ്രതിഫലിക്കും, ഉറപ്പായ കാര്യമാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് 4 നിയമസഭാ സീറ്റ് 2026 കേരള നിയമസഭയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. തിരുവനന്തപുരം സെൻട്രലും വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവും ഇവരുടെ കൈക്കുമ്പിളിൽ തന്നെയാണ് നിൽക്കുന്നത്. നേമം ഇവർക്ക് തിരിച്ചു പിടിക്കാനുള്ള ഏറെ അധ്വാനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇവർക്ക് തെക്കൻ കേരളത്തിൽ BJP മുന്നേറും എന്നാണ് പുതിയ ഒരു സർവേ ഫലത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇതിനകത്ത് കൊല്ലം ജില്ലയിലും BJPക്ക് മുന്നേറ്റം ഉണ്ടാകും. കൊല്ലം ജില്ലയിൽ നമുക്കറിയാം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം BJPയുടെ ശ്രദ്ധാകേന്ദ്രമാണ്. അതുപോലെ തന്നെ ഇവർക്ക് മറ്റു പല ഇടങ്ങളിലും ആലപ്പുഴ ജില്ലയിൽ ഇവർ എത്രത്തോളം മുന്നേറ്റം കുറിച്ചു എന്നുള്ളത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഒരിക്കലും ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആലപ്പുഴയെ A ക്ലാസ് മണ്ഡലമാക്കി മാറ്റി BJP. ഏത് തരത്തില്? ശോഭാ സുരേന്ദ്രൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹൈന്ദവ വോട്ടുകൾ, ഈഴവ വോട്ടുകൾ മുഴുവൻ CPMൽ നിന്ന് ചോർന്നൊലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ. അതുകൊണ്ട് തന്നെയാണ് കായംകുളത്ത് നിയമസഭയിലെ ശോഭാ സുരേന്ദ്രൻ 2026 മത്സരിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ പോലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ താഴെത്തട്ടിൽ. എന്തായാലും UDF നില മെച്ചപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ ഈ മലപ്പുറം, എറണാകുളം, വയനാട് ഒക്കെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ UDFന് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ഈ പകുതിയോളം ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ UDFന് കഴിയും. BJP ജില്ലാ പഞ്ചായത്തുകൾ നേട്ടമുണ്ടാക്കത്തില്ല, മറിച്ച് മുനിസിപ്പാലിറ്റികളും ചില ഗ്രാമപഞ്ചായത്തുകളും അവർ പിടിച്ചെടുക്കും. കൂടാതെ കോർപ്പറേഷനും തിരുവനന്തപുരവും അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ഒരു വലിയ നേട്ടമുണ്ടാക്കിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു പ്രസ്റ്റീജ് തന്നെയാണ്. കാരണം സുരേഷ് ഗോപിയുടെ വിജയം അവിടെ ആവർത്തിക്കണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഇമേജ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനായിട്ട് തൃശ്ശൂരിൽ വിജയമുണ്ടാകണം. ഇപ്പോൾ അവിടെ LDFും UDFും സമനിലയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും BJP അവിടെ കടന്നു കയറിയത് ഇവരുടെ ഈ സമനില തന്നെ തെറ്റിച്ചു എന്നുള്ളതാണ്. അതാണല്ലോ തൃശ്ശൂരിലെ മേയർ പോലും സുരേഷ് ഗോപിയെയും BJPയെയും നരേന്ദ്രമോദിയെയും ഒക്കെ വാനോളം വാഴ്ത്തുകയും ചെയ്തത്. അപ്പോൾ എന്തായാലും ഇവിടെ തിരുവനന്തപുരത്ത് ഇവർ ഇത് നേടിയെടുക്കും. അതിനോടൊപ്പം തന്നെ കാരണം ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ മികച്ച പ്രകടനമാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു സിഇഒയെ പോലെ, ഒരു കമ്പനിയുടെ സിഇഒയെ പോലെ കറക്റ്റായിട്ട് അത്തരത്തിലുള്ള ഒരു പക്വതയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയൊക്കെ എടുത്ത് മാറ്റി ഈ വോട്ട് മുന്നിൽ കണ്ട് എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീർച്ചപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനമാണ് തിരുവനന്തപുരത്ത് നിന്നായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP തിരികൊളുത്തി കയറാൻ പോകുന്നത്. ഇത് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വെന്നിക്കൊടി പാറിക്കുന്നതിന്റെ തുടക്കവുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.